അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ അസയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളാണ്. നമ്മുടെ കേരള യാത്ര ഇന്നലെ കായംകുളത്ത് സമാപിച്ചു. കായംകുളത്തിനൊരു പുതിയ അനുഭവം സൃഷ്ടിച്ചിരിക്കുകയാണ് കേരള യാത്ര. നമ്മുടെ കായംകുളത്തെ പല ആളുകളും മറന്നുപോയ പല കാര്യങ്ങളും ഉസ്താദ് ഖലീൽ ബുഖാരി തങ്ങൾ ഇന്നലെ കായംകുളത്തെ ഓർമ്മിപ്പിച്ചു. കായംകുളത്തെ ഉയരപ്പാത, കായംകുളത്ത് ഇപ്പം കേരള യാത്രയെ സംബന്ധിച്ചുള്ള ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൻ്റെ ഓരോ സ്ഥലത്തും ചെന്ന് അവർ ഓരോ പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നു, ജനം അത് ഏറ്റെടുക്കുന്നു എന്നുള്ള കാര്യമാണ്. ഏതൊക്കെയാലും ഉയരപ്പാതയുടെ വിഷയത്തിൽ താങ്കളുടെ ഈ എന്താണ് സർക്കാരിനോട് താങ്കൾക്ക് പറയാനുള്ളത്? കായംകുളത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമല്ലേ ഇത്? ആലപ്പുഴ ഇന്നലെ സത്യത്തിൽ ആൾപ്പുഴയായിരുന്നു. അഥവാ ഞങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് സംഘാടകരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം വമ്പിച്ച ജനക്കൂട്ടമാണ് കണ്ടത്. ഞങ്ങൾ കായംകുളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കായംകുളത്തെ ജനങ്ങൾ വളരെ ഒത്തൊരുമയിലും കൂട്ടായ്മയിലും സ്നേഹത്തിലും കഴിയുന്നവരാണ്. നാട് വികസിക്കണം, റോഡ് സൗകര്യപ്രദമാവണം, ആർക്കും രണ്ടഭിപ്രായമില്ല. പക്ഷേ രണ്ടായി നാടിനെ മുറിക്കാൻ പാടില്ല. ആ നാട് വികസിക്കലോടുകൂടെ തന്നെ നാട് ഐക്യം ഒത്തൊരുമ, പ്രത്യേകിച്ച് ഈ ഉയരപ്പാത വരുന്നില്ല എങ്കിൽ നാട് രണ്ടായി മുറിക്കുന്നതിന് തുല്യമായിരിക്കും. പരിസരത്ത് വരെ ആ ഉയരപ്പാത വരുമ്പോൾ ശേഷിക്കുന്ന കായംകുളം ടൗണാണ്, വലിയ പ്രദേശമാണ്, ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഏരിയയാണ്. സ്വന്തം ജ്യേഷ്ഠൻ്റെ വീട്, ഉമ്മയുടെ വീട് റോഡിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത്, അത് കിലോമീറ്ററുകളോളം ചുറ്റി വരിക എന്നാൽ അതിലുള്ള അശാസ്ത്രീയത, അതിലുള്ള പ്രയാസങ്ങൾ അറിയാവുന്നതാണ്. ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾ 17 സ്ഥലങ്ങളിലാണ് സ്വീകരണങ്ങളുള്ളത്. ആ 17 സ്ഥലങ്ങളുടെയും അതാത് ജില്ലകളുടെ ഓരോ ജില്ലകളും കവർ ചെയ്യുമ്പോൾ അതാത് ജില്ലയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഞങ്ങൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റുമായി നാഷണൽ ഹൈവേ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടത്. ചിലത് കേന്ദ്ര ഗവൺമെൻറ് മാത്രം, ചിലത് കേരള ഗവൺമെൻറ് മാത്രം, അങ്ങനെ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ആവശ്യങ്ങൾ ഏറ്റവും വലുതായി ഞങ്ങൾ ഇവിടുത്തെ കായംകുളത്തെ ഉയരപ്പാതയുടെ വിഷയം കാണുകയും അത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്യും. ഞങ്ങൾ ഈ അതിർത്തിയിൽ കടന്ന അന്ന് തൊട്ട് ഈ നിമിഷം വരെയും ഞങ്ങളുടെ സ്വീകരണങ്ങൾ മറ്റെല്ലായിടത്തേക്കാളും വളരെ പ്രാധാന്യത്തോടെ ഞങ്ങൾ കാണുന്നു. ഞങ്ങളതിന് നന്ദി, കായംകുളത്തുകാരോട് നന്ദി രേഖപ്പെടുത്താൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിറഞ്ഞിരിക്കും. മിനിഞ്ഞാന്ന് ഞാൻ കോട്ടയത്ത് പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ തിരുവല്ല, ഈ ഭാഗങ്ങളിലൊക്കെ പലരെയും കണ്ടു, പലരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കേരള യാത്ര കായംകുളത്ത് വന്ന ഇന്നലെ 5 മണി മുതൽ ഏകദേശം 9:30 വരെ ഞാനതിൻ്റെ എല്ലാ വീഡിയോകളും കവർ ചെയ്തു. എന്തായാലും കായംകുളത്തെ ഈ പ്രധാന പ്രശ്നങ്ങളെ ഇത്ര ഗൗരവമായി എടുത്ത വേറെ ഒരു സംഘടനയും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കായംകുളത്ത് ഉയരപ്പാത, ബസ് സ്റ്റാൻഡ്, അതുകൊണ്ട് കായംകുളത്തിൻ്റെ പല പ്രശ്നങ്ങളും ഈ പറയുന്ന കേരള യാത്രയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഏതൊക്കെയാലും ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ഗൗരവതരത്തിലേക്ക് പോകട്ടെ, ഉയരപ്പാത സാധ്യമാകട്ടെ. താങ്കളുടെ ഇടപെടലിന് ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ നാട്ടുകാർക്കും കായംകുളം പ്രദേശവാസികൾക്കും വേണ്ടി കൂടുതൽ ഉയരത്തിലേക്ക് ഈ യാത്ര എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ സന്തോഷങ്ങളും. കായംകുളം എൻ്റെ രണ്ടാം നാട് പോലെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ നാട്, എൻ്റെ സേവന സ്ഥലം കഴിഞ്ഞ ഏറ്റവും നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പ്രദേശമാണ് കായംകുളം എന്നുള്ളത്. ആ കായംകുളത്തുകാരുടെ ഒരു വൈകാരിക ബന്ധം വളരെ കൂടുതലുള്ളത് കൊണ്ട് ഈ വിഷയം നമ്പർ 1 തിരഞ്ഞെടുത്ത് അതിൻ്റെ വേണ്ടതൊക്കെയും ചെയ്യും. കായംകുളം നിവാസികൾക്ക് ഒന്നുകൂടി സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.